പച്ചവെള്ളം തച്ചിന് സോജപ്പ. അപ്പച്ചനെന്താ ഇവിടെ? എനിക്കെന്താ വന്നൂടെ? വിളിച്ചില്ലാലോ. അല്ല, ഈ സ്ഥലമൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? നീ ഏകദേശം സ്ഥലമൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ബാക്കി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നാളെ ഞായറാഴ്ചയല്ലോ, ഞാൻ നാളെ കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്നാടി? അല്ല, അവിടെ അമ്മച്ചി ഒറ്റയ്ക്കല്ലേ? അവിടെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. ദേ ഈ സഞ്ചി വയ്ക്കുക. അതിവിടെ സഞ്ചി കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാ അറിയാം അമ്മച്ചാന്ന് വിട്ടിരിക്കുന്നേ? ചേന, ചക്ക, കാശില്, ചേമ്പ് എല്ലാം ഉണ്ട്. ആ അല്ല, നീ എന്താ ഇവിടെ? അപ്പച്ചനൊപ്പം ഞാനേ അന്നയുടെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മേടിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, പിന്നെ വന്ന് മേടിച്ചോളാം. പോലെടാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അല്ല മോളെ? അതെ അതെ, വരുമല്ല, ഒരു ചായ കുടിച്ചിട്ട് പോകാം. അതിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോണപ്പ. കൊള്ളാം. എവിടെ താമസം? ഞാൻ ഇവിടെ കുറച്ച് മാറി ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ. നല്ലതാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്നാ ധൈര്യ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഫ്ലാറ്റ് ഒറ്റയ്ക്കല്ല താമസിക്കുന്നേ. പണ്ട് ഇവൾക്ക് ഭയങ്കര പേടിയായിരുന്നേ. ആണല്ലേ? ഇപ്പൊ വലിയ പെണ്ണായി. അല്ലെന്ന പൊക്കോ, രാത്രിയില്ലേ? അല്ല, നാളെ ഞായറാഴ്ചയല്ലേ? വളരെ വിരോധമില്ലേ, നമുക്ക് ഇവിടെ കൂടാം ഒരു കമ്പനിയൊക്കെ ആയിട്ട്. രാത്രി 2 കഴിച്ചിട്ടേ ജോലിയായിട്ട് കൂടാന്നേ. അല്ല, അതിന് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാനോ? ഇത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റല്ലേ? ഇവിടെ നല്ല ഡ്രസ് ഉണ്ടാവുന്നേ. അത് ഞാനും ചോദിച്ചില്ലല്ലോ. അല്ല, അപ്പൊ അത് കുഴപ്പമില്ല, ഞാൻ പോയി ഡ്രസ്സ്. വേണ്ട, ഞാൻ ഒരു ജോഡി ഡ്രസ്സ് തരാം. അല്ല, ചായ എടുക്കണേ. ഞാനാ? പിന്നല്ലാതെ. അല്ല, നീ അങ്ങോട്ടാ പോന്നേ? അല്ല, ഞാൻ ഒരു കൂട്ടിന് അവിടെ ഉണ്ടായിക്കോളുന്നേ. നീ ഇവിടെ ഇരി. മതിയല്ലേ? പണ്ട് ഞാൻ നിന്റെ അപ്പൻ്റെ കൂടെ അടിച്ചതാ. ഇപ്പൊ നീ എൻ്റെ കൂടെ അടിക്കുന്നു. വാട്ട് എ കോയിൻസിഡൻസ്. നമസ്കാരം. നല്ലൊരു ചായ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 കപ്പ് പാല്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാൻ വെക്കുക. വെള്ളത്തിന്റെ അളവ്, പാലിന്റെ കൊഴുപ്പും. അല്ല, നീ കൂടെ ചെല്ലേ. അതായിരിക്കും നല്ലത്. ഹായ്, സുന്ദരനായി. നിനക്കത് സ്ഥിരാക്കി കൂടാലോ? വാ പോനെ, ഇരിക്കും. സൂപ്പർ ചിക്കൻ കറി. അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയല്ലേ. ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരെണ്ണം ഒഴിക്കട്ടെ? അല്ലെന്ന് ഇത് കഴിച്ചുകൂടാ. നോമ്പ് നോമ്പ്, ക്രിസ്മസ് നോമ്പ്. ഇത് വെജിറ്റേറിയനാ. അപ്പച്ച കർത്താവിനോട് കളിക്കരുത്. എന്നാ വേണ്ട, കർത്താവ് പൊറുക്കുകയാണ്. മോര് വേണ്ട സ്ഥിതിക്ക് ഇത് ഞാൻ അങ്ങ് അടിച്ചേക്കാം. അല്ല, എന്നാപ്പാ തലം മാറിക്കിടന്നാൽ നിനക്ക് ഉറക്കം വരുമോ? അറിയില്ല. എന്നാ നമുക്ക് സംസാരിക്കാം. എടാ, അന്നമ്മയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. അതല്ലടാ, അവൾക്ക് വല്ല പ്രേമമോ റിലേഷനോ ഉണ്ടോന്ന്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അവളൊരു പാവം കുട്ടിയാ. അവൾക്ക് സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ല. ഒരു തൊട്ടാവാടി പെൺകുട്ടി. അല്ല, അപ്പനെന്നത് ഈ പറഞ്ഞു വരുന്നേ? എടാ, അവളൊന്ന് കല്യാണം കഴിച്ച് കാണണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞ അവൾ കേൾക്കൂല. നീ ഒന്ന് അവളോട് പറയണം.
അപ്പം ടെൻഷൻ ആവണ്ട, ഞങ്ങളോട് സംസാരിക്കാം. ആ കല്യാണം അതായിരുന്നല്ലോ കാര്യം. അന്നമ്മേ, എൻ്റെ അപ്പൻ്റെ ഒരു ആഗ്രഹമല്ലേ, നീ സമ്മതിച്ചു കൊടുക്കടി. ഇതേല കളിക്കല്ലേ. ഓഹോ, സീരിയസ് മോഡായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചി എന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് കാണുക. വലുതാകുമ്പോഴെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ചോടൊന്നും പറ്റിയില്ല. എൻ്റെ അന്നമ്മേ, അത് നീ അപ്പനോട് അപ്പം എനിക്കിപ്പോൾ കല്യാണം വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മതി, എന്നാലും ഒരെന്നാലും ഇല്ല. നീ അപ്പനോട് കാര്യം പറ, അപ്പം എനിക്കിപ്പോൾ കല്യാണം വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറയണം. അപ്പം നാളെ കഴിഞ്ഞല്ലേ പോണേ, നമ്മ രണ്ടുപേരും അപ്പനെ ഹാപ്പി ആക്കി വിടും, അത്രേ ഉള്ളൂ. ഓക്കെ? അല്ല അന്നമ്മക്ക് അറിയണ എൻ്റെ ഫോൺ എവിടെ ഇവിടെ ഇവിടെ ഉണ്ടാകും ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. പോടാ. ശേ, ഇതിലേ പിടയല്ലേ ഇരുളിൻ തണുനോവു മാറ്റാൻ ഒരേ കാന്തതാരമായി എന്നും നിന്നരികെ. ഇറങ്ങി വന്നത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ വലിയ നഷ്ടമായി പോയനെ. അമ്മച്ചിയുടെ അടുത്ത് അന്വേഷണം പറയണേ. ഓ പറയാം. ഇവള് പണ്ട് ഇങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പം ഒരേ കരച്ചില്ല. എടാ അപ്പച്ചനെ സ്റ്റേഷനിൽ കൊണ്ടാക്കി കൊടുക്ക. അപ്പൻ ബാഗ്. എന്താടാ? അപ്പം വണ്ടിക്ക് എന്തൊരു മിസ്സിങ്. എടാ എന്നാ പിന്നെ ഞാൻ പൊക്കോളാം, ഇവിടെ അടുത്തല്ലേ. അല്ല അപ്പം ഞാൻ കൊണ്ടുവിടാം, നീ നോക്ക്. അല്ല നിങ്ങൾ രണ്ടാളും ഒന്നിച്ച താമസമല്ലേ? അപ്പം അത് ഞാൻ വന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അറിഞ്ഞായിരുന്നു. അന്നമ്മയുടെ സംസാരം ഒന്ന് മാറിയാൽ ഞാൻ അറിയും. അവളെന്നോട് തുറന്ന് പറയുന്ന ഞാൻ വിചാരിച്ചേ. അപ്പം അതങ്ങനെയല്ല, ഞാനും അന്നമ്മയും കൂടെ ഒരുമിച്ച് വന്നിട്ട് അപ്പനെ കണ്ട് നേരിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് അപ്പൻ. അത് സാരമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. അല്ലെങ്കിലും ഈ പ്രായത്തിൽ വഴക്കിനൊന്നും വയ്യ. അവളെന്നോട് പറയാത്തൊരു ചെറിയ വിഷമമുണ്ട്. എനിക്കും ഇഷ്ടമാടാ. പക്ഷെ നിങ്ങൾ ഈ പുതിയ പിള്ളേരുടെ കാര്യങ്ങളൊന്നും എനിക്കത്ര പിടിയില്ല. ഈ ജീവിതത്തിൽ ചില തീരുമാനം എടുക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കൊന്ന് പരിഗണിക്കണം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, അതൊക്കെ അപ്പനമ്മമാർക്കൊരു സന്തോഷമായിരിക്കൂടാ. ശരി. ആ പിന്നെ ഞാനീ അറിഞ്ഞ കാര്യം അന്നമ്മ അറിയണ്ട. അപ്പം